ശോഭാ സുരേന്ദ്രന്റെ വീട്ടിൽ പടക്കം പൊട്ടിയതാണ് രാവിലെ മുതലുള്ള വാർത്ത. ശോഭാ സുരേന്ദ്രനെ അപായപ്പെടുത്താൻ വേണ്ടി കരുതി കൂട്ടി ഇടതുപക്ഷമോ വലതുപക്ഷമോ ചെയ്ത ബോംബാക്രമണമാണിത് എന്ന രീതിയിൽ പോലും BJP-ക്കാർ ഇതിനിടയിൽ അഭ്യൂഹങ്ങൾ പരത്തി. അങ്ങനെ ബോംബേറിനെ കൊല്ലാൻ മാത്രം ശോഭയുണ്ടോ എന്ന് ചോദിച്ച് ഒരു പക്ഷവും എത്തി. എന്നാൽ മാധ്യമങ്ങളോടുള്ള ശോഭയുടെ തള്ളാണ് കേൾക്കേണ്ടത്. ഇതുകൊണ്ടൊന്നും പതറുന്നവളല്ല ഈ ശോഭ. ഞാൻ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ അടച്ചിരിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ കർമ്മ പരിപാടികളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, പ്രസംഗിക്കണം. അധികാരികളുടെ ഭാഗത്തു നിന്ന് അവരുടെ പരിശ്രമം നടത്തും എന്നാണ് ഇന്നലെ രാത്രി നമ്മളോട് പറഞ്ഞിരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പോലീസിന്റെ രക്ഷാകവചത്തിനകത്ത് പ്രവർത്തിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുള്ള ഒരാളല്ല. ഞാൻ ഇതുകൊണ്ട് വീടിനകത്ത് ഇരിക്കാനും പോകുന്നില്ല. എൻ്റെ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോകും. ഉച്ച കഴിഞ്ഞാൽ എനിക്ക് പൊതുയോഗത്തിൽ പ്രസംഗിക്കാനുണ്ട്. മത്സ്യപ്രവർത്തകരുടെ വിപുലമായിട്ടുള്ളൊരു വലിയ പരിപാടി വാടാനപ്പള്ളിയിൽ നടക്കുകയാണ്. എനിക്ക് അവിടെ പോകണം, പ്രസംഗിക്കണം. എനിക്ക് എൻ്റേതായിട്ടുള്ള ജോലികളുണ്ട്. അപ്പോൾ അത് എങ്ങനെ കേസ് അന്വേഷിക്കണം, പ്രതികളെ പിടിക്കണം എന്നൊക്കെ കേരളത്തിൻ്റെ പോലീസ് തീരുമാനിച്ചോട്ടെ, അത് നമുക്ക് വിഷയമല്ല. പക്ഷേ ഇത് ഒരാളുടെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. രാത്രി 10 മണി 10:45 സമയത്ത് അതിശക്തമായിട്ട് ഉഗ്രമായിട്ട് സ്ഫോടനം നടത്തുക, ചുറ്റുവട്ടത്തുള്ളവർ മുഴുവനും ഭയചകിതരായിരിക്കുക, ആളുകൾ പുറത്തു വരിക, അവർ ഭയപ്പെടുക, അവർ വേദനിക്കുക. അപ്പം അത് നമുക്ക് വളരെയധികം അതൊരു നോർമലൈസ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ അവർ തയ്യാറാവുകയാണെങ്കിൽ തയ്യാറായിക്കോട്ടെ. അവർ ഡ്യൂട്ടി ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ മുന്നോട്ട് പോകും. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇപ്പോൾ പവനായി ശവമായി. ശോഭയുടെ വീട്ടുമുറ്റത്ത് പൊട്ടിയത് വെറും പടക്കം. പൊട്ടിച്ചത് അയൽപ്പക്കത്തെ പയ്യനെ കാണാൻ വന്നു തിരികെ പോയ സുഹൃത്തുക്കൾ. ഇനി പടക്കം പൊട്ടിയത് ശോഭയുടെ വീട്ടുമുറ്റത്തുമല്ല, അയൽപ്പക്കത്തെ വീട്ടുമുറ്റത്ത് തന്നെയാണെന്നതാണ് ട്വിസ്റ്റ്. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ആ പടക്കം പൊട്ടിയത് എന്നായിരുന്നു ശോഭയുടെ വാദം. എവിടെയെങ്കിലും പൊട്ടുന്ന പടക്കം കൂടി ഏണി വെച്ച് എന്തിനാണ് ശോഭ പിടിക്കുന്നത് എന്നാണ് പൊതുജനത്തിന് ചോദിക്കാറുള്ളത്. ഒരു വലിയ രാഷ്ട്രീയക്കാരിയൊക്കെ ആവുമ്പോൾ കുറഞ്ഞ പക്ഷം ഒരു ബോംബ് ഭീഷണിയോ തോക്കിൻ മുനയിൽ നിൽക്കലോ ഒക്കെയാണല്ലോ സിനിമ സ്റ്റൈൽ. സുരേഷ് ഗോപിയും ശോഭയെയും ബാധിച്ചോ എന്നറിയില്ല. രാത്രി അയൽപ്പക്കത്തെ സുഹൃത്തിനെ കാണാൻ വന്നിട്ട് മടങ്ങിപ്പോകുന്ന വഴി അവന്റെ തന്നെ സുഹൃത്തുക്കൾ വീട്ടുമുറ്റത്ത് കയ്യിൽ കരുതിയിരുന്ന ചെറിയ ഓലപ്പടക്കം പൊട്ടിച്ചതിനെയാണ് ശോഭ തന്നെ ഉദ്ദേശിച്ച് ആരോ തന്റെ വീടിന് ബോംബ് തൊട്ടടുത്ത വീട്ടിൽ പൊട്ടിയതാണ് എന്ന് ആരോപിച്ചുകൊണ്ട് BJP നേതൃത്വത്തിനെ മുഴുവൻ അർദ്ധരാത്രി വിളിച്ചുണർത്തി വീടിനു കാവലിരുത്തിയത്. പോരാത്തതിനെ പോലീസിനെയും അറിയിച്ചു. പോലീസും രംഗത്തെത്തി ദ്രുതഗതിയിൽ അന്വേഷണം ആരംഭിച്ചു. BJP നേതൃത്വത്തിന്റെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അന്വേഷണത്തിന് ഒട്ടും കുറവ് വരുത്തിയില്ല. എന്നാൽ അവസാനം അന്വേഷണം ചെന്നു നിന്നത് തൊട്ട അയൽപ്പക്കത്തെ പയ്യനിലും അവന്റെ 3-4 സുഹൃത്തുക്കളിലും. തമാശയ്ക്ക് ചെയ്ത ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ സ്വന്തം നിലയ്ക്ക് ഏറ്റെടുത്തതോടുകൂടി വലിയ അന്വേഷണവും വാർത്താ പ്രാധാന്യവും ഉണ്ടായപ്പോൾ ഭയന്നിട്ടാണ് ഇവർ വിവരം പുറത്തു പറയാതിരുന്നത്. എന്തൊക്കെ കാണണം? ഇന്നലെയാണ് എതിർവശത്തെ വീടിന്റെ ഗേറ്റിനോട് ചേർന്ന് അജ്ഞാതർ ഏറുപടക്കം പോലെ തോന്നിപ്പിക്കുന്ന സ്ഫോടന വസ്തു എറിഞ്ഞ് പൊട്ടിച്ചു എന്നും പറഞ്ഞ് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അടക്കമുള്ള നേതാക്കളും പ്രവർത്തകരും ഒക്കെ ശോഭ വിളിച്ചു പറഞ്ഞതനുസരിച്ച് സ്ഥലത്തെത്തി. 10:45 അയ്യന്തോൾ ഗ്രൗണ്ടിനടുത്തുള്ള വീടിനു സമീപമാണ് സംഭവം നടന്നത്. അയ്യന്തോളിലെ ശോഭയുടെ വീടിന് മുന്നിൽ ഇന്നലെ രാത്രി 10:45 ഈ നടന്ന സംഭവത്തിൽ പ്രദേശത്തുള്ള മുഴുവൻ BJP നേതാക്കന്മാരും ഓടിയെത്തി. ശോഭ അടക്കമുള്ളവർ വീട്ടിലുണ്ടായിരുന്നു. ഉഗ്ര ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പടക്കം എറിഞ്ഞതാണെന്ന് വ്യക്തമായത്. നൂൽകെട്ടിയ നിലയിലുള്ള ഏറുപടക്കമായിരുന്നു എറിഞ്ഞത്. കാര്യം എന്തായാലും കൊടുത്തു, പക്ഷേ നാടകം പൊളിഞ്ഞു.